ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കച്ച് വർക്ക് എംബ്രോയിഡറിയെ കുറിച്ചാണ്. എംബ്രോയിഡറി ഡിസൈനിൽ ഇത്തിരി പാടുള്ള എംബ്രോയിഡറിയാണ് കച്ച് വർക്ക്. നമുക്ക് കച്ച് വർക്ക് നോക്കിയാലോ. സിംഗിൾ കച്ച്, സിംഗിൾ വിത്ത് ഫില്ലിംഗ്, ബോർഡർ കച്ച്, ബോർഡർ വിത്ത് ഫില്ലിംഗ്, സിംഗിൾ എക്സ്റ്റൻഷൻ വിത്ത് ഫില്ലിംഗ്, ഡബിൾ എക്സ്റ്റൻഷൻ വിത്ത് ഫില്ലിംഗ്, ഫൈവർ വിത്ത് ഫില്ലിംഗ്, 7 എക്സ്റ്റൻഷൻ വിത്ത് ഫില്ലിംഗ്, 9 എക്സ്റ്റൻഷൻ വിത്ത് ഫില്ലിംഗ്. ആദ്യത്തത് സിംഗിൾ കച്ച്. ഞാൻ ഈ കച്ച് വർക്ക് പഠിക്കാൻ കുറച്ച് ദിവസമെടുത്തു. നമ്മൾ തയ്ക്കുന്നു, മിസ്സഴിപ്പിക്കുന്നു, അങ്ങനെ കുറേ ദിവസം എടുത്താണ് ഈ കച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഡയമണ്ട് ഷേപ്പ് വരയ്ക്കുക, അതിൻ്റെ ഓരോ മൂലയിലും ചെറുതായിട്ട് വാലിട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് 1 2 3 4 5 6 7 8 എന്ന നമ്പർ കൊടുക്കാം. 1 2 3 4 5 6 7 8. സൂചി 1 എന്ന പോയിന്റിലൂടെ കുത്തിയെടുക്കുക. 2 എന്ന പോയിന്റിൽ കുത്തിയിറക്കി 3യിലൂടെ തിരിച്ച് കയറ്റുക. 3യിലൂടെ കയറ്റുമ്പോൾ നൂല് സൂചിയുടെ അടിയിലൂടെ വേണം വരാൻ. ഫോറിലൂടെ കുത്തിയിറക്കി 5യിലൂടെ കയറ്റുക. നൂലെപ്പോഴും സൂചിയുടെ അടിവശത്തൂടെ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് 6യിലൂടെ കുത്തി 7യിലൂടെ എടുക്കുക. അടുത്തതായി സൂചി 1നും 2നും ഇടയിൽ കൂടി പോയിരിക്കുന്ന നൂലിൻ്റെ ഇടയിൽ കൂടെ കയറ്റി 8യിലൂടെ കുത്തിയിറക്കുക. ഇതാണ് സിംഗിൾ കച്ച് വിത്ത് ഫില്ലിംഗ്. നോക്കിയാലോ. ആദ്യം ഒരു സിംഗിൾ കച്ച് ചെയ്യാം. സിംഗിൾ കച്ചിൻ്റെ അകത്തുകൂടി വേണം സൂചി കുത്തിയെടുക്കാൻ. 1 എന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. 1 എന്ന പോയിന്റിൻ്റെ അകത്തു നിന്നും സൂചി കുത്തിയെടുക്കുക. 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ കൂടി സൂചി പുറത്തേക്ക് കൊണ്ടുവരിക. അടുത്തത് ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ വേണം സൂചി എടുക്കാൻ. പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എംബ്രോയിഡറി സ്റ്റിച്ചാണ്. എന്നാലും അതിൻ്റെ ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. വീണ്ടും 3 4 നമ്പറിൽ വരുന്ന ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടി സൂചി കയറ്റുക. ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയുമായി സൂചി എടുക്കുക. അടുത്ത സ്റ്റെപ്പ്
നമ്മൾ ആദ്യം ഒന്നെന്ന പോയിന്റിൽ നിന്നും കുത്തിയെടുത്തില്ലേ, ആ നീല നൂലിൻ്റെ അടിയിൽ കൂടിയും ചുമന്ന നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കാം. പിന്നെ 1, 8 എന്ന നമ്പറിൻ്റെ ഇടയിൽ കൂടി എടുക്കുക. തിരിച്ച് ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടി ആദ്യം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ കുത്തിയിറക്കാം. ഇതാണ് സിംഗിൾ കച്ച് വിത്ത് ഫില്ലിംഗ്. ഇത് മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ബോർഡർ കച്ചുമായി കാണാം.